ജാതി ഏതാണെന്ന് ചോദിച്ചാൽ പറമ്പിൽ കാണുന്ന മരമല്ലേ എന്ന് പറയുന്ന ഒരു തലമുറ വളരണം. ഞാൻ ഈ ദിവസം വായിച്ച ഒരു ചിന്തയാണ്. ജാതി ഏതാണെന്ന് ചോദിച്ചാൽ പറയാനായിട്ട് അത് ഞങ്ങളുടെ പറമ്പിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മരമാണ് എന്ന് പറയുന്ന ഒരു പുതിയ തലമുറ വരണം. അതിൻ്റെ അർത്ഥം ഈ ജാതി ചോദിക്കുന്ന പരിപാടിയെ നമ്മുടെ ഇടയിൽ നിന്ന് മാറിപ്പോകണം. എല്ലാവരും ഒരു മനുഷ്യനിൽ നിന്നുണ്ടായതാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നു, ഭൂലോകത്തിലൊക്കെയും കുടിയിരിപ്പാൻ ദൈവം ഏകനിൽ നിന്ന് സകലരെ ഉളവാക്കി. അപ്പൊ ഈ ജാതി എങ്ങനെയാ? കൂടിയ ജാതി, കുറഞ്ഞ ജാതി, അങ്ങനെ ഒരു ജാതിയില്ല. എല്ലാം ഒരു മനുഷ്യനിൽ നിന്നുണ്ടായതാണ്. ഏദൻ തോട്ടത്തിലെ മനുഷ്യൻ പാപം ചെയ്ത് അവർ പുറത്തു വന്നു. അവർക്ക് ജനിച്ച സന്താനങ്ങളിൽ അവർ ഭൂമിയുടെ എല്ലാ ഭാഗത്തേക്കും പോയി. അവർ ഓരോ രാജ്യത്ത് ജീവിച്ചു. ആഫ്രിക്കയിൽ ജീവിച്ചപ്പോൾ അവിടുത്തെ വെയിലിത്തിരി കൂടുതലായിരുന്നു. അവരുടെ ഭക്ഷണ രീതി വേറെയാണ്. അവരുടെ നിറം മറ്റൊന്നായി. വേറെ കുറച്ച് പേര് യൂറോപ്പ് ഏരിയകളിലോട്ട് പോയി, വേറെ കുറച്ച് പേര് സൗത്ത് അമേരിക്കയിലോട്ട് പോയി, കുറേ പേര് ചൈനയിലോട്ട് പോയി, കുറേ പേര് ഇന്ത്യ. ഈ സ്ഥലങ്ങളിലോട്ടെല്ലാം കുടിയേറി പടർന്ന് അവിടുത്തെ സംസ്കാരവും ഭക്ഷണവും എല്ലാം മാറി മാറി വന്നപ്പോൾ ഓരോരുത്തരും അവരവരിൽ തന്നെ ഓരോ ജാതി ഉണ്ടാക്കി. മനുഷ്യനുണ്ടാക്കിയ വ്യവസ്ഥകളാണ്. എന്നാൽ എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയായ ആദാമിൽ നിന്നുളവായതാണ്. അതുകൊണ്ട് ഈ സത്യം അറിഞ്ഞ് എല്ലാവരും നമ്മളെല്ലാം സഹോദരീ സഹോദരന്മാരാണ് എന്നുള്ള ഒരു ചിന്താഗതിയിൽ വരാൻ നാം ആഗ്രഹിക്കണം. ഇന്ത്യയിൽ തന്നെ പല രാജ്യത്തും ജാതി വ്യവസ്ഥകളെല്ലാം മാറ്റിയെടുക്കാൻ ഒരു പരിധിവരെയും ക്രിസ്തീയ മിഷണറിമാരെയാണ് ഉപയോഗിച്ചത്. ജാതി സമ്പ്രദായങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം അന്ധതകളിൽ നിന്ന് മനുഷ്യനെ സുവിശേഷം വിടുവിച്ചു. ഇന്നും സുവിശേഷം എന്നെ വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വെളിച്ചം എനിക്ക് കിട്ടും തോറും എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നു. ഒരു ഇരുട്ടുള്ള മുറിയിലൂടെ ഞാൻ പോകുമ്പോൾ എൻ്റെ കയ്യിലൊരു വെളിച്ചമുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കാണാൻ കഴിയും. വെളിച്ചം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. എൻ്റെ കയ്യിൽ, എൻ്റെ കാലിൽ മാത്രം കാണിക്കാവുന്ന ഒരു ചെറിയ വെളിച്ചമേ ഉള്ളെങ്കിൽ ഞാൻ ആ അടികൾ വെച്ച് മുന്നോട്ട് പോകും. എന്നാൽ എനിക്ക് മറ്റുള്ളൊരു കാര്യവും കാണാൻ കഴിയില്ല. അങ്ങനെ രാത്രിയിൽ പലരും ടോർച്ചുമായിട്ട് പോകുമ്പോൾ ചുറ്റുമുള്ളതൊന്നും കാണുന്നില്ല. എന്നാൽ വെളിച്ചത്തിൻ്റെ ശ്രേഷ്ഠത വർദ്ധിച്ചാലോ, കൂടുതൽ വെളിച്ചം ഉണ്ടായാലോ, ബൈബിൾ നമുക്ക് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമെന്നാണ് പറയുന്നത്. ഇതെല്ലാവരെയും പ്രകാശിപ്പിക്കും. എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പ്രകാശമുണ്ടാകും. അതുകൊണ്ട് ഇരുട്ടുകളിൽ നിന്ന് സുവിശേഷം നമ്മെ പുറത്തു കൊണ്ടുവരും. ഈ കർത്താവിനെ നമുക്ക് വേണ്ടി ജീവൻ തന്ന് ഈ സത്യത്തിലേക്ക് നമ്മെ നയിച്ച യേശു കർത്താവിനെ നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. You are more than enough. You are more than enough. You are more than enough for me, Jesus. You are more than enough.
You are more than enough. You are more than enough for me. He is all I need. He is all I need. Jesus is all I need. He is all I need. He is all I need. Jesus is all I need. He is all I need. He is all I need. Jesus is all I need. He is all I need. He is all I need. Jesus is all I need. യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം. ഇന്ന് നമ്മൾ വായിക്കുന്നത് 8-9. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. കർത്താവിന് കൂടുതൽ മഹത്വം കിട്ടിയാലേ നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരെന്നറിയപ്പെടും. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു, അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായത്. അവർ കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അന്ത്യോക്യ സഭയിലെ ജനങ്ങളായിരുന്നു. ദൈവത്തിന് കൂടുതൽ മഹത്വം വരാൻ അവർ വലിയ തേജസ്സേറിയ ഒരു അനുഭവത്തിൽ ജീവിച്ചവരാണ്. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരാകുമ്പോൾ യേശു നമ്മെ ശിഷ്യപ്പെടുത്തുന്നത് ദൈവത്തിന് കൂടുതൽ മഹത്വം വരണം. അതുകൊണ്ട് യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം മഹത്വപ്പെടണം. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. പിതാവേ, നിന്റെ നാമം മഹത്വപ്പെടണം. ഒന്നാമത്തെ യേശുവിൻ്റെ ആഗ്രഹം, പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന നമ്മുടെ യേശുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, പിതാവിന് കൂടുതൽ മഹത്വം ഉണ്ടാകണം. ആദാം നിമിത്തം പിതാവിന് വലിയ മഹത്വം ഉണ്ടായില്ല. ആദാം ദൈവത്തിൻ്റെ മകനായിരുന്നു. എന്നാൽ ഒടുക്കത്തെ ആദാമായ യേശു നിമിത്തം പിതാവിന് മഹത്വം ഉണ്ടായി. അതുകൊണ്ടാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് യോർദാനിൽ സ്നാനപ്പെട്ട് യേശു കയറി വരുമ്പോൾ കേട്ടത്. അതുപോലെ മറുരൂപ മലയിലും യേശുവിനെ കുറിച്ച് നമുക്കറിയാം. അവിടെയും വലിയ മഹത്വമാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് ദൈവം കൃപ തരും. 9-ാമത്തെ വാക്യം, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ. അപ്പൊ യേശുവിന് ഒരു സത്യം അറിയാം, എൻ്റെ പിതാവ് എന്നെ വളരെയധികം സ്നേഹിക്കുന്നു. ഈ കാര്യത്തിൽ നമ്മൾ അജ്ഞരാണ്. അതായത്, ദൈവത്തിന് എന്നോട് സ്നേഹമില്ല, ദൈവത്തിന് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ, സഭയിലെ പാസ്റ്ററിന് എന്നോട് വലിയ കരുതലോ സ്നേഹമില്ല, എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, എൻ്റെ ഭാര്യയ്ക്ക് സ്നേഹമില്ല, എൻ്റെ മാതാപിതാക്കൾക്ക് സ്നേഹമില്ല, മക്കൾക്ക് സ്നേഹമില്ല. ഇങ്ങനെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ പേര് ഉണ്ട്. അതൊക്കെ നമ്മളൊക്കെ തന്നെയാണ്. അത് ദൂരെയൊന്നുമല്ല, ഞാനും നിങ്ങളൊക്കെ തന്നെയാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്ക് വരും. എന്നാൽ വാസ്തവം എന്താണ്? നമ്മളെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നു. യേശു പറയണേ, എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിൻ്റെ ഏറ്റവും വലിയ ധൈര്യം അതാണ്. എൻ്റെ പിതാവ് എന്നെ ഏകനായി വിടുന്നില്ല,
എൻ്റെ പിതാവ് എല്ലാം എനിക്ക് കാണിച്ചു തരുന്നു. എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. എൻ്റെ പിതാവ് എന്നെ ഒരു നാളും ഏകനായി വിട്ടിട്ടില്ല. എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ. 9-ാം വാക്യം ഒന്നുകൂടി വായിക്കാം. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെയാണ് യേശു ഭൂമിയിലായിരുന്നപ്പോൾ പിതാവ് യേശുവിനെ സ്നേഹിച്ചത് കൊണ്ടാണ് യേശുവിനെല്ലാം പിതാവ് വെളിപ്പെടുത്തിയത്. ഒരു അപ്പൻ സ്നേഹിക്കുന്ന മകനെ എങ്ങനെയെല്ലാം കരുതും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? തേളിനെ കൊടുക്കുമോ? പാമ്പിനെ കൊടുക്കുമോ? ഇല്ല. ഏറ്റവും നല്ലതേ കൊടുക്കും. നിങ്ങളുടെ മക്കൾ, അതിൻ്റെ അർത്ഥം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളുടെ മക്കൾക്ക് എന്ത് കൊടുക്കും? ഏറ്റവും നല്ലത്. ദോഷികളായ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കുന്നെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് പിതാവ്, അതായത് ഏറ്റവും കൂടുതൽ അതിനേക്കാൾ സ്നേഹിക്കുന്ന പിതാവ് എത്രയധികം തരും നിങ്ങളുടെ മക്കൾ. അപ്പോൾ അവിടെ പറയുന്നൊരു പ്രയോഗമുണ്ട്, ചോദിക്കുന്നത് കൊടുക്കുന്ന പിതാക്കന്മാരെ യേശു പറഞ്ഞത് ദോഷികളെന്നാണ്. അപ്പാ എനിക്ക് അപ്പം വേണം, എന്നാ മോനെ. എനിക്ക് മീൻ വേണം, ഞാൻ മീൻ മേടിച്ചു തരാം. എനിക്ക് മട്ടൻ വേണം, എനിക്ക് ചിക്കൻ വേണം, എനിക്ക് ഐസ്ക്രീം വേണം. ഒരു കുഞ്ഞ് പറയും എനിക്ക് ഐസ്ക്രീം വേണം, വൈകിട്ട് വരുമ്പോൾ കൊണ്ടുവരാം. എനിക്ക് ഈ സൺഡേ ഇടാനായിട്ട് ഒരു ഡ്രസ്സ് വേണം, അതിനെന്താ മോനെ കൊണ്ടുവരാം. അങ്ങനെയുള്ള അപ്പനെയും അമ്മയും വിളിക്കുന്നതാണ് ദോഷികൾ. യേശു വിളിക്കുന്ന പേരാണ് ദോഷികൾ. നല്ലത് കൊടുക്കുന്നു, ചോദിച്ചത്. എന്നാൽ സ്വർഗസ്ഥനായ പിതാവ് ചോദിച്ചതിലും നനച്ചതിലും അധികമായി കൊടുക്കുന്നു. ചോദിച്ചതല്ല കൊടുക്കുന്നത്, അതിനപ്പുറം. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോട് ഞാൻ നിങ്ങളെ പാലും തേനും ഉള്ള സ്ഥലത്ത് കൊണ്ടുപോകാമെന്നല്ല, പാലും തേനും ഒഴുകുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടുത്തെ ജാതികളെ നീക്കിയിട്ട് ആ സ്ഥലം ഞാൻ നിങ്ങൾക്ക് തരും, എന്നേക്കുമായിട്ട് ശാശ്വത അവകാശമായിട്ട് തരും. ദൈവത്തിന് കൊടുക്കണം. അപ്പോൾ സ്നേഹിക്കാതെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ കഴിയും, എന്നാൽ കൊടുക്കാതെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല. കൊടുക്കണം. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. എല്ലാവരും, ഈ ഭൂമിയിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടാൻ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16 നമുക്കറിയാം. ദൈവം പാപികളെ സ്നേഹിച്ചു. ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. നല്ലവരെ സ്നേഹിച്ചെന്നല്ല, നല്ലവർക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ മരിക്കാനുണ്ടാവും, എന്നാൽ പാപികൾക്ക് വേണ്ടി ആരുണ്ട്? നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു അഭക്തർക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. അതാണ് യേശു നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞു. അത് മാത്രം ഓർത്താൽ മതി, അത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ കാൽവരി ക്രൂശ് എന്ന് പറയുന്നത്, കാൽവരി ക്രൂശിലെ മരണമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരസ്യമായ പ്രദർശനമാണ്. സ്വന്തം മകനെ നമുക്ക് തന്നു. മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തി. എന്തിന്? പാമ്പിൻ്റെ അഗ്നി സർപ്പങ്ങളെ കടിയേറ്റ് ജനങ്ങൾ മരിക്കുകയാണ് അവരുടെ പാപനിമിത്തം. ദൈവ അഗ്നി സർപ്പങ്ങളെ അയച്ചു, അവർ പിറുപിറുത്ത് ദുരാഗ്രഹികളായപ്പോൾ. എന്നാൽ മോശ പ്രാർത്ഥിച്ചപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നീ ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കാൻ പറഞ്ഞു. ആരെല്ലാം നോക്കുന്നുവോ, ഈ പിത്തള സർപ്പത്തെ നോക്കുമോ, അവരെല്ലാം സൗഖ്യമാണ്. ചിലർ നോക്കിയില്ല, എന്നാൽ നോക്കിയവർ സൗഖ്യമായി. കടിയേറ്റവർ, ഈ കടിയേറ്റാൻ മരിക്കും ഉറപ്പാണ്. എന്നാൽ ഈ പിത്തള സർപ്പത്തിലേക്ക് നോക്കിയവർ
ജീവിച്ചു. ഇതുപോലെ മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഡോക്ടർമാരുടെ എല്ലാ എംബ്ലം നോക്കിയാൽ അറിയാം, ഒരു പിത്തള സർപ്പത്തെയാണ് കാണിക്കുന്നത്. അതായത് ഹീലിംഗ്. പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ. അപ്പോൾ ആ ഡോക്ടർമാരുടെ എംബ്ലം കണ്ടാൽ ഓർത്തോ, ഹീലിംഗ് ആണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ഒരു നിഴലാണത്. ഈ എംബ്ലം എന്നൊക്കെ പറഞ്ഞാൽ, പിത്തള സർപ്പം എന്ന് പറഞ്ഞാൽ, അതായത് സൗഖ്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് യെശയ്യാവ് 53 പറയുന്ന, അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ദൈവം നമ്മെ വളരെയധികം സ്നേഹിക്കുന്നു, നാം സകലത്തിൽ സൗഖ്യമുള്ളവരായിരിക്കണം. 3 യോഹന്നാൻ 2, പ്രിയനെ, നിന്റെ ആത്മാവ് സുഖമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായും, ശരീരത്തിൽ സുഖം വേണം, ബാക്കി എല്ലാ കാര്യത്തിലും ശുഭതയും വേണം, മനോഹാരിത വേണം, ശ്രേഷ്ഠത വേണം. എല്ലാ കാര്യത്തിലും നമ്മൾ ശുഭമായിരിക്കണം. ചിലർക്ക് ഈ ഒരു വെളിച്ചം കിട്ടിയിട്ടില്ല. അവർ പറയുന്നത് ഇതൊക്കെ തെറ്റാണെന്നാണ്. എനിക്കറിയാവുന്ന പലരും ഉണ്ട്, ജന്മദിനം ഒന്നും ആഘോഷിക്കരുത്, പാപമാണെന്ന്. ജന്മദിനം ആഘോഷിക്കരുത്, വിവാഹ വാർഷികം. ദൈവം 1 വർഷം കൂടുതൽ തന്നതിന് സന്തോഷത്തോടെ സ്വതന്ത്രം പറ, ആഘോഷിക്കുക, കേക്ക് മുറിക്കുക, ഒരു കുഴപ്പമില്ല. ഷുഗറുള്ളവർ കുറച്ച് കേക്ക് തിന്നാൽ മതിയെന്നേ ഉള്ളൂ. വിവാഹ വാർഷികം, ദൈവം നമുക്ക് 1 വർഷം കൂടി കുടുംബജീവിതം തന്നില്ലേ? എത്രയോ കുടുംബ ബന്ധങ്ങൾ ഉലഞ്ഞുപോയി. എന്ന് സന്തോഷിക്കുക, ദൈവത്തിൽ നന്ദി പറ. അപ്പോൾ ആഘോഷങ്ങൾ സകലത്തിൽ ശുഭമായിരിക്കുന്നത് ദൈവഹിതമാണ്. കൂടുതൽ ആയുസ് ദൈവഹിതമാണ്. കുടുംബജീവിതം നീണ്ടു പോകുന്നത്, സമൃദ്ധിയായി പോകുന്നത്, ആയുസ് കൂടുന്നത്, സമ്പത്ത് കൂടുന്നത്, ഇതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന്. സകലത്തിൽ നമ്മൾ സുഖവും ശുഭവുമായിരിക്കണം. യേശുവിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിൻ്റെ കൃപയിൽ കൂടുതൽ നാം സന്തോഷിക്കണം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, അതിൻ്റെ തെളിവ് സമൃദ്ധിയാണ്. അതായത് ദോഷികളായ നിങ്ങൾ മക്കൾക്ക് ചോദിച്ചത് കൊടുക്കുന്നു, ദൈവമോ ചോദിച്ചതിലും നനച്ചതിലും അധികം കൊടുക്കും. എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ. കാരണം അതുകൊണ്ട് ദൈവം ഏറ്റുയർത്തി എല്ലാ നാമത്തിനും മേലായ നാമമാക്കി. സ്വന്തം പുത്രനെ ആദരിക്കാതെ തന്നു എന്ന് മാത്രമല്ല, സ്വന്തം പുത്രനെ എല്ലാറ്റിലും മീതെ ഉന്നതനാക്കി. സകല മുഴങ്കാലും യേശുവിൻ്റെ മുമ്പിൽ ഇപ്പോൾ മടങ്ങും. അപ്പൊ ഈ മർമ്മങ്ങളെ നാം അറിയണം. ദൈവത്തിൻ്റെ സ്നേഹം പുത്രനെ സ്നേഹിച്ചതുപോലെ തന്നെ നമ്മെ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ പുത്രൻ നമ്മെ സ്നേഹിക്കുന്നു. അതായത് നാം ഏറ്റവും സമൃദ്ധിയുള്ളവരും അനുഗ്രഹീതരുമായി മാറും എന്നുള്ളതിന് എനിക്ക് കിട്ടിയ എൻ്റെ ധൈര്യം ഈ വാക്യങ്ങളാണ്. ധൈര്യപ്പെടാം, ഒരിക്കലും നമ്മൾ കുറഞ്ഞു പോലെ. കർത്താവ് നമ്മളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൽ വസിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഈ വചനങ്ങൾ കേട്ടവർക്ക് എല്ലാവർക്കും വലിയ പ്രതീക്ഷകളുടെ ചിറകുകൾ മുളച്ചു വരട്ടെ, പുതിയ ധൈര്യമുണ്ടാകട്ടെ. എല്ലാ നിരാശകൾ, എന്നെ ആരും സ്നേഹിക്കാനില്ല എന്നിങ്ങനെയുള്ള തെറ്റായ അബദ്ധങ്ങൾ ഇവരെ വിട്ടുമാറട്ടെ. എന്നെ സ്നേഹിക്കാൻ ഒരു സ്വർഗസ്ഥനായ പിതാവുണ്ട്, എന്നെ സ്നേഹിക്കാൻ യേശുവുണ്ട്. ഈ ഒരു ബോധ്യത്തിലേക്ക് എല്ലാവരും അവരുടെ വിശ്വാസത്തിൽ ഊന്നി വളരാൻ കൃപ കൊടുക്കണം. സമൃദ്ധിയും സൗഖ്യങ്ങളും ഇപ്പോൾ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം. പലയിടത്ത് രോഗപകർച്ചവ്യാധികളൊക്കെ ഉണ്ടല്ലോ, സൗഖ്യമാകട്ടെ. ആരോഗ്യ പ്രശ്നങ്ങൾ മാറട്ടെ, മാനസികമായി ധൈര്യമുണ്ടാകട്ടെ, സാമ്പത്തിക ഉറവകൾ തുറക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൻ്റെ അമിത ബലത്തിൽ നമുക്ക് ഒരുമിച്ച് ആശ്രയിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.